അതൊരു കാണണം പറഞ്ഞ്. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എടാ നമ്മുടെ കാര്യം ഞാൻ കൊറേ ആലോചിച്ചു. വർക്കാവും തോന്നുന്നില്ല. ഇമോഷണൽ ആവണ്ട, ഒട്ടും മാച്ചല്ല, അത് നിങ്ങൾക്ക് അറിയാതെ. പിന്നെ കാസ്റ്റ് അത് വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ 2 കാസ്റ്റ് അല്ലേ, അതൊരു പ്രശ്നമല്ലേ? കാസ്റ്റിലാണോ കാര്യം, നമ്മുടെ മനസ്സിലുള്ള സ്നേഹത്തിലുണ്ട്. എന്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടപ്പെടില്ല. നിന്റെ അച്ഛനും നമ്മൾ രക്ഷപ്പെട്ട് സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ എന്താ, നമ്മളല്ലേ ജീവിക്കണേ. പിന്നെ എന്റെ കൊളീഗിന്റെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഫോർ മീ. അമലാണ്. നീ ചിരിക്കൊന്നും വേണ്ട. നീ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല. പ്രാക്ടിക്കലി നോക്കുമ്പോ അവനാണ് എനിക്ക് ബെറ്റർ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അമൽ എന്റെ ബ്രദറാണ്. പ്രാക്ടിക്കലി നീ വിചാരിച്ച പോലെ എനിക്ക് വിപ്ലവ ജീവിതമൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓവർ. പണ്ട് നിനക്കൊന്നും പ്രശ്നമില്ല. നിനക്കൊക്കെ പ്രശ്നമുള്ള കാര്യം എനിക്കറിയാം. വെറുതെ സ്നേഹം പിടിച്ചതാണ് നിനക്ക് നിന്റെ തീരുമാനം. ഗുഡ് ബൈ. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ വിട്ടിട്ട് പോയാലോ? നീ വിട്ടിട്ട് പോയാലും ഞാൻ വിട്ടിട്ട് പോയില്ല. അതുപോലെ നീ വിട്ടിട്ട് പോണ ദിവസമായിരിക്കും എന്റെ അവസാന ദിവസം. ജോലി കിട്ടാനും സെറ്റിൽ ആവുന്നതിന് കുറെ ടൈമാണ്. അത് തന്നെ വെയിറ്റ് ചെയ്യും. എടി, നിന്നെ പോലെ ഒരു കുട്ടിക്ക് പറ്റിയ ആളാണോ അവൻ? അപ്പൊ നിനക്ക് അവനെക്കാട്ടി നല്ലൊരു ചെക്കനെ വേറെ കിട്ടുമല്ലോ. അപ്പൊ നീ പണിയും കൂലിയില്ലാത്തവനെ കെട്ടി വെറുതെ നീ നിന്റെ ലൈഫ് സ്പോയിലാക്കി കളയണോ? നീ പറയുന്നത് ശരിയാണ്, എനിക്ക് മനസ്സിലാവും. അപ്പൊ അവനെ കൊണ്ട് നിനക്ക് വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. നിന്നെ കൊണ്ട് അവന് കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ നിനക്ക് നിന്റെ ലൈഫിനെ കുറിച്ച് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞോന്ന് വെച്ചാൽ നീ വേറെ ഒരാളിനെ നോക്കി വേറെ ഒരു കല്യാണം കഴിച്ചിട്ട് പോണതാണ് നിന്റെ ഒരു നല്ലത്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ, അത്ര മതി. എല്ലാരും പറയുന്നത് ശരിയാണ്. അവന്റെ കൂടെ ജീവിച്ചാൽ ഞാൻ ഒരിക്കലും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവില്ല. അവ ഒരിക്കലും സക്സസ് ആവില്ല. പിന്നെ എന്തിനാ ഞാൻ എന്റെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്യണം?